ഇന്ന് നമ്മൾ ചപ്പാത്തിയും കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എപ്പോഴും ചപ്പാത്തി കഴിച്ചിട്ട് മടുത്തിരിക്കണവർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ചപ്പാത്തി ഭയങ്കര കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് നൂഡിൽസ് പോലെയാണ് ഇത് റെഡി ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചപ്പാത്തി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഴയ ചപ്പാത്തി തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പുതിയ ചപ്പാത്തി വെച്ചിട്ടും ഇതേപോലെ ട്രൈ ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു നേരം ചപ്പാത്തി കഴിച്ച് മടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ചപ്പാത്തി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മീൻകറിയുടെ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാമൻ എന്ന് പറഞ്ഞിട്ട് ഒരു മീൻ, ഒരു വലിയ മീൻ കൊടുത്തിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ കറിയുടെ റെസിപ്പി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം കുറേ പേര് ചോദിച്ചിരുന്നു കറിയുടെ റെസിപ്പി കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ വീഡിയോ കാണാത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ വേണ്ടിയിട്ട് കണ്ടു നോക്കാം. പിന്നെ ആ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ആ മീൻ തന്നെ വേണം നിർബന്ധമില്ല കേട്ടോ. ഏത് ടൈപ്പ് മീൻ വെച്ചിട്ട് നമുക്ക് അതേപോലെ കറി റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഒറ്റ സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തിയും കൊണ്ടുള്ള നൂഡിൽസ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ ഞാനിവിടെ 5 ചപ്പാത്തിയാണ് എടുത്തേക്കുന്നത്. ഈ ചപ്പാത്തി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കനം കുറച്ചിട്ട് നീളത്തിൽ നല്ല എന്താ പറയുക നൂഡിൽസിൻ്റെ പോലെ നല്ല നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. അത് നമുക്ക് പിന്നെ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വേണം. അപ്പോൾ അത് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കണ ഒന്നിനും കറക്റ്റായിട്ട് ഇത്രയ്ക്ക് അളവൊന്നുമില്ല. അത് നമുക്ക് ഇതിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഏത് സാധനമാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ക്യാബേജാണ് കുറച്ച് കൂടുതൽ എടുത്തേക്കുന്നത്. പിന്നെ ക്യാരറ്റ് ആയിരുന്നാലും നല്ല കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ക്യാബേജ് ആയിരുന്നാലും അങ്ങനെ തന്നെ. പിന്നെ ഞാൻ 2 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ചുമപ്പ് എടുത്തിട്ടുണ്ട്, പച്ച എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 കളർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് 2 കളർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ 2 കളർ എടുത്തിട്ട് എല്ലാവരും നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക, കനം കുറഞ്ഞിട്ട്. ഇനി ഞാനിവിടെ 5 ചപ്പാത്തിയാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതും നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാനിവിടെ നോക്കി നല്ല നീളത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, പിന്നെ ഒരു മീഡിയം സവോള, അതും ഇതേപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ 3 ടൈപ്പ് സോസാണ് ചേർക്കേണ്ടത്. അത് സോയാ സോസും ചേർക്കുന്നുണ്ട്, ചില്ലി സോസും ചേർക്കുന്നുണ്ട്, ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട്. അത് ഞാൻ 3ഉം ഇതിലേക്ക് ചേർക്കുമ്പോൾ എന്തോരം ചേർത്തേക്കണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതങ്ങോട്ട് നീക്കി വയ്ക്കാം നമുക്ക്. നമ്മുടെ ചപ്പാത്തി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ചപ്പാത്തി മാത്രമേ ഞാൻ കട്ട് ചെയ്യാണ്ട് വെച്ചുള്ളൂ. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്ട് വെച്ചതാണ്. ഇതിൽ നിന്നൊരു 2 ചപ്പാത്തി എടുക്കുക, 2 അല്ലെങ്കിൽ 3 എടുക്കുക. കാരണം 5 ഒരുമിച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ 2 അല്ലെങ്കിൽ 3 എടുക്കുന്നതായിരിക്കും. എന്നിട്ട് നോക്കിയേ ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തു. കാരണം ഈ ഫോൾഡ് ചെയ്യുന്നത് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് കത്രിക വെച്ചിട്ട് ഇതെങ്ങനെയായിട്ട് കട്ട് ചെയ്യാം. അപ്പം പെട്ടെന്ന് നമ്മുടെ കട്ടിങ് റെഡി ആയി കിട്ടും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചപ്പാത്തി ബാക്കി ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം. ഇനിയിപ്പോൾ ചപ്പാത്തി ബാക്കി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേറെ പുതിയ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോന്നും എടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ. ഇതാകുമ്പോൾ ജസ്റ്റ് അങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതാ നോക്കി, ഇപ്പം നല്ല നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇനി ബാക്കിയൊരു 3 കൂടി ഉണ്ട്, 3 കൂടിയിട്ട് കട്ട് ചെയ്യട്ടെ. അപ്പോൾ ഈ നമ്മുടെ ചപ്പാത്തി കൊണ്ടുള്ള നൂഡിൽസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ നോക്കിയാൽ ഞാനിവിടെ 2 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഫസ്റ്റ് ഓയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കും, നന്നായിട്ടൊന്ന് ചൂടാക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അത് കാശ്മീരി മുളക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിയ മുളക്, അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് ഓയിൽ ചേർക്കാം. ഇത് നമുക്ക് ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ ചേർത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. അതിലേക്ക് നമ്മുടെ കാശ്മീരി മുളക് ഇതേപോലെ ഇങ്ങനെ
ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഈ മുളകിന് ഒട്ടും എരിവില്ല കേട്ടോ. ഇതിങ്ങനെ ഓയിൽ കിടന്ന് ചൂടാകുമ്പോൾ ഓയിലിനായിരുന്നാലും നല്ലൊരു കളറും പിന്നെ ഒരു നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ നമ്മൾ മുളക് ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ കളർ നോക്കി നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുളക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ചേർക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് പച്ചമുളകും സബോളയും ചേർക്കുന്നത്. അല്ലെങ്കിൽ സബോള നമ്മളിപ്പോൾ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബോളയുടെ ഉള്ളിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങോട്ട് മുരിയില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിനകത്ത് കിടന്നിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. നല്ല അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിയും. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും. ഇതിലേക്ക് നമുക്ക് സബോള ചേർക്കാം. പച്ചമുളക് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ക്യാരറ്റും ക്യാബേജൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള പാനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. അത് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കാണ്ടിരിക്കേണ്ടതായിരിക്കട്ടെ. എപ്പോഴും നൂഡിൽസൊക്കെ ആയിരുന്നാലും നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഉണ്ടാക്കാണ്ടിരിക്കേണ്ടതായിരിക്കും നല്ലത്. കാരണം ഇതിനകത്ത് ഈ നമ്മൾ ഈ ചേർക്കണ വെജിറ്റബിൾസൊക്കെ ഉണ്ടല്ലോ അതങ്ങനെ വെന്ത് പോരുത്. പക്ഷെ നന്നായിട്ട് ഇങ്ങനെ ഒരു മുരിഞ്ഞ പോലെ നല്ലൊരു കഞ്ചിയായിട്ട് വരണം. അപ്പോൾ അങ്ങനെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ അത്രയ്ക്ക് നന്നായിട്ട് കിട്ടില്ല. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. സവോള അങ്ങോട്ട് വളർത്തിയിട്ട് എടുക്കാമെന്ന് പറയില്ല, അതേപോലെ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ക്യാപ്സിക്കം നമുക്കിപ്പോൾ ചേർക്കണ്ട, അത് ഞാൻ ക്യാപ്സിക്കം അതിൽ നിന്ന് എടുത്ത് മാറ്റിയത്. ക്യാബേജ് ഇനി ക്യാരറ്റും പിന്നെ ക്യാബേജും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂടി വയ്ക്കരുത് കേട്ടോ. ഇത് നമ്മൾ നല്ല കനം കുറച്ചിട്ടല്ലേ കട്ട് ചെയ്തേക്കുന്നുണ്ട്. ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് പെട്ടെന്ന് നല്ലൊരു കഞ്ചി പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. അത്രയ്ക്ക് വന്നാൽ മതി നമുക്ക്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മുടെ ചപ്പാത്തിയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് സോയാ സോസും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരുപാട് ഉപ്പ് ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബേജും പിന്നെ ക്യാരറ്റൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വന്നിട്ടുണ്ട്. അത് അത്രയ്ക്ക് വന്നാൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ ഇത് ചേർക്കാം. ക്യാപ്സിക്കം 2 കളർ ഉണ്ടല്ലോ അത് ചേർക്കാം. ഇതിലേക്ക് ചപ്പാത്തി ചേർക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് സോസൊന്നും ചേർക്കാണ്ട് ഇതേപോലെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയും കഴിക്കാം കേട്ടോ. നിങ്ങൾ ചപ്പാത്തിക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊരു സമയത്ത് നമുക്ക് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ. ഇതിലേക്ക് ഞാനിവിടെ സോസ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇതിലായിരുന്നാലും സോസ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിവിടെ ചില്ലി സോസ് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. സോയാ സോസ് ഞാനിവിടെ 3/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കണം കേട്ടോ പെട്ടെന്ന്. ഞാനെടുത്തിരുന്ന സോയാ സോസ് കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സോയാ സോസ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരു സോയാ സോസ് ഒരു ഇന്ത്യൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഭയങ്കര വെള്ളം പോലെയാണ് ഇരുന്നത്. അപ്പോൾ സോയാ സോസൊക്കെ നിങ്ങൾ എന്തിൽ ആണെങ്കിലും ചേർക്കുമ്പോൾ അത് ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ എന്ത് സോസ് ആയിരുന്നാലും അങ്ങനെ തന്നെ. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കെച്ചപ്പും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. കെച്ചപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണും ചേർത്തത്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടേസ്റ്റ് കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതെല്ലാ സോസുകളും അങ്ങനെ തന്നെ കേട്ടോ. പക്ഷേ ഇതിലേക്ക് നമ്മൾ നൂഡിൽസൊക്കെ ചേർക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് സോസ് വേണ്ടി വരും. പക്ഷേ ഇതിലേക്ക് നമുക്കങ്ങനെ ഒരുപാട് സോസ് ആവശ്യമില്ല കേട്ടോ. കാരണം നമ്മുടെ ചപ്പാത്തി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സോസ് ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ ചേർത്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ തീ നന്നായിട്ട് കൂട്ടി വെച്ചേക്കാണ്. ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. എൻ്റെ ടേസ്റ്റ് നോട്ടെ. സോസൊക്കെ നല്ല കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ സോസില്ല. എനിക്കങ്ങനെ ഭയങ്കര സോസിൻ്റെ ഫ്ലേവർ എന്താ ഇഷ്ടമില്ല.
കാരണം ചപ്പാത്തിക്ക് അതിൻ്റെ അത്ര ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ആയിരുന്നാലും നല്ല ക്രഞ്ചി ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. ഇതൊരു സമയത്ത് നിങ്ങൾ മൂടി വയ്ക്കരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ചപ്പാത്തിക്ക് ഭയങ്കര സോഫ്റ്റ് ആയി പോകും. ഇതിലേക്ക് നിങ്ങൾക്ക് മുട്ട വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട സെപ്പറേറ്റ് കൊത്തി പൊരിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ മുട്ട ഇഷ്ടമുള്ളവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അപ്പോൾ മുട്ടയുടെ ടേസ്റ്റ് കൂടിയിട്ട് വരുമ്പോൾ മുട്ട ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി നല്ല ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ചപ്പാത്തി കൊണ്ടുള്ള നൂഡിൽസ്. കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാം. അപ്പോൾ ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം.